വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം വയനാട് മാനന്തവാടിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നിരിക്കുന്നു. ഓട്ടോയിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 2 പേർ പിടിയിലായിട്ടുണ്ട്. നടന്നു പോവുകയായിരുന്ന കുട്ടിയെ ഓട്ടോയിലേക്ക് പിടിച്ചു കയറ്റി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നെന്നാണ് മനസ്സിലാകുന്നത്. ഈ പിടിയിലായ 2 പേരും ലഹരി കേസുകൾ മുൻപുള്ളവരാണ് എന്നുള്ളതാണ് ഈ സംഭവത്തെ കൂടുതൽ പേടിപ്പെടുത്തുന്നതാക്കുന്നത്. എം കമലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. കമൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മുൻപ് ലഹരി കേസ് പശ്ചാത്തലമുള്ള 2 പേർ. വയനാട് മാനന്തവാടി എന്ന് പറയുന്നത് ഒട്ടും തന്നെ ക്രിമിനൽ കാര്യങ്ങളോ ക്രൈമൊന്നും നടക്കാത്തൊരിടമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിടത്തു നിന്നാണ് നമ്മുടെ പെൺകുട്ടികൾ ഭയത്തോടുകൂടി ഇറങ്ങി നടക്കേണ്ട സ്ഥലമായി മാറുന്നത്. പോലീസ് എന്താണ് പറയുന്നത് ഈ കുട്ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച്? അനശ്വര, വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയാണ് ഓട്ടോയിൽ പിടിച്ചു കയറ്റി ലൈംഗികാതിക്രമം നടത്തിയത്. പേരിയ സ്വദേശി അയൻ അഫ്സൽ, പേരിയയിൽ തന്നെയുള്ള ശ്രീജിൻ പി ജെയിംസ് എന്നിവരെയാണ് മാനന്തവാടി പോലീസ് കേസിൽ പിടികൂടിയിരിക്കുന്നത്. അനശ്വര പറഞ്ഞതുപോലെ ഇവർ 2 പേരും നേരത്തെ തന്നെ ലഹരി കേസിലെ പ്രതികളാണ് എന്നുള്ളതാണ്. എന്തായാലും എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവമാണ്. കാരണം വീട്ടിൽ നിന്ന് രാവിലെ നടന്നു പോകുമ്പോഴാണ് പെൺകുട്ടി ഇത്തരത്തിൽ അതിക്രമത്തിന് ഇടയായത്. കുട്ടി ബഹളം വെച്ചതോടെ വീടിന് സമീപത്ത് ഇറക്കി വിടുകയായിരുന്നു ഈ കുട്ടിയെ. മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ CCTV കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത്. എന്തായാലും പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ പോലീസിന് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഈ സംഭവം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഒരു ഗ്രാമപ്രദേശത്താണ് ഇത്തരത്തിൽ രാവിലെ നടന്നു പോവുകയായിരുന്ന കുട്ടിക്ക് നേരെ അതിക്രമം ഉണ്ടായത്. ശരി, കമലാണ് വിശദാംശങ്ങൾ നൽകിയത്.